ടെറോപ്പസ് ജനുസിൽപ്പെട്ട വവ്വാലുകളാണ് അല്ലെങ്കിൽ ഫ്രൂട്ട് ബാറ്റുകൾ എന്ന് വിളിക്കുന്ന ഇനം ബാറ്റുകളാണ് നിപ്പ വൈറസിൻ്റെ സ്വാഭാവികമായിട്ടുള്ള സംഭരണികളും വാഹകരുമായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. പഴം, പൂവ്, പൂമ്പൊടി, തേന്, ഇലകൾ ഇതൊക്കെ ഭക്ഷിച്ച് നടക്കുന്ന ഇനം ബാറ്റുകളാണ്. വലിപ്പമുള്ള ബാറ്റുകളാണ് ഫ്രൂട്ട് ബാറ്റുകൾ. ഇവ ചിലപ്പോഴൊക്കെ പ്രാണികളെയും പിടിച്ച് തിന്നാറുമുണ്ട്. ഇവരുടെ ഈ വലിപ്പവും ഇവരുടെ രൂപവും ഒക്കെ കൊണ്ട് ഇവനെ ഫ്ലൈയിങ് ഫോക്സുകൾ, പറക്കും കുറുക്കന്മാർ എന്നൊക്കെ പേരും കൂടി ഈ ഫ്രൂട്ട് ബാറ്റുകൾക്കുണ്ട്. ലോകത്തെങ്ങുമായിട്ട് 60 സ്പീഷീസുകളോളമാണ് ഫ്രൂട്ട് ബാറ്റുകളുടേതായിട്ട് ഭൂമിയിലുള്ളത്. ഇവർ വളരെ ദീർഘമായിട്ടുള്ള ആയുസ്സുള്ളവരാണ്. 30 വർഷത്തിനടുത്തൊക്കെ ജീവിക്കും ചിലപ്പോഴും. എന്നാൽ ഇവയുടെ ജനന നിരക്ക് അല്പം കുറവുമാണ്. അതായത് ഒരു പെൺ ഫ്രൂട്ട് ബാറ്റ് ഒരു വർഷം ഒരു കുഞ്ഞിനെ മാത്രമേ പ്രസവിക്കാറുള്ളൂ. വളരെ അപൂർവമായിട്ടാണ് ഇരട്ട പ്രസവിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവയുടെ എണ്ണം ക്രമാതീതമായിട്ട് ഒരിക്കലും വർദ്ധിക്കില്ല. ഇവർക്ക് നല്ല കാഴ്ചശക്തിയുള്ളവരാണ്. പൊതുവെ നമ്മുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വവ്വാലുകൾ എക്കോ ലൊക്കേഷൻ വഴിയാണ് സഞ്ചരിക്കുന്നത്. അതായത് അവ ശബ്ദങ്ങൾ ഉൽപ്പാദിപ്പിക്കും. അത് പ്രതിധ്വനിച്ചിട്ട് വരുന്ന ശബ്ദങ്ങളിലൂടെയാണ് മുമ്പിലുള്ള തടസ്സങ്ങളൊക്കെ മനസ്സിലാക്കി സഞ്ചരിക്കുന്നത്. നരിച്ചീറുകൾ എന്നൊക്കെ വിളിക്കുന്ന ചെറിയ ബാറ്റുകളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. പക്ഷേ ഈ വലിയ ഫ്രൂട്ട് ബാറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല കാഴ്ചശക്തിയുണ്ട്. അവർക്ക് എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്ന പരിപാടി ഇല്ല. അവർക്ക് അങ്ങനെ ശബ്ദം പ്രതിധ്വനിപ്പിച്ചിട്ടല്ല അവർ സഞ്ചരിക്കുന്നത്. അതുപോലെ മണം പിടിക്കാനുള്ള അപാരമായിട്ടുള്ള കഴിവുള്ളവരാണ്. നല്ല ബുദ്ധിവികാസമുള്ളവരും കൂടിയാണ്. ഇവരുടെ തലച്ചോറിൻ്റെ വലിപ്പവും തമ്മിലുള്ള അനുപാതം നോക്കുമ്പോൾ ഏകദേശം നായയുടെ ശാരീരിക വലിപ്പത്തിന് സമാനമായിട്ടുള്ള അത്ര തലച്ചോറിൻ്റെ വലിപ്പം ഇവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ബുദ്ധി പ്രകടിപ്പിക്കുന്നവർ കൂടിയാണ് ഫ്രൂട്ട് ബാറ്റുകൾ. എത്രയോ കാലത്തിന് ശേഷം അവർ സഞ്ചരിച്ച വഴികളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് നിൽക്കാൻ പറ്റും. അവരുടെ ഭക്ഷണം ശേഖരിച്ചിരുന്ന സ്ഥലങ്ങൾ, അവരുടെ റൂസ്റ്റിംഗ് സൈറ്റുകളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കാനുള്ള കഴിവുള്ളവരാണ് ഇവർ. പല വർഷങ്ങളിലൂടെയായിട്ട് ഈ നിപ്പ വന്ന് നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ മരിക്കുന്നതോട് കൂടിയിട്ട് നമ്മളൊരു വവ്വാലുകളെ ഒരു വില്ലനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു അവസ്ഥയാണുള്ളത്. മരുന്നില്ലാതെ മാരകമായിട്ടുള്ള രോഗം പരത്തുന്ന സാമദ്രോഹിയായിട്ട് നമ്മളതിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ വലിപ്പം കൂടിയ മെഗാബാറ്റുകൾ എന്ന് വിളിക്കുന്ന ഫ്രൂട്ട് ബാറ്റുകളിൽ എല്ലാ ഇനങ്ങളിലും ഒന്നും നിപ്പ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല, കേരളത്തിലുള്ളവയിലടക്കം. ഇനി വൈറസുകൾ ഉള്ളവയെ തന്നെ അത് എപ്പോഴും അത് പുറത്തേക്ക് വരണമെന്നില്ല. അവയെ ശല്യപ്പെടുത്തുമ്പോഴും അവ ടെൻഷനിലാകുമ്പോഴും ഒക്കെയാണ് അവയുടെ ഉള്ളിലെ ഈ വൈറൽ ലോഡ് കൂടുകയും അതിൻ്റെ ഉമിനീരിലൊക്കെ കൂടുതൽ അളവിൽ ഇത് ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഭയന്ന് നമ്മൾ ഇവയെ അടിച്ചോടിക്കാനോ ഇവയുടെ റോസ്റ്റിംഗ് സൈറ്റുകൾ, അവ രാത്രി ചേക്കേറുന്ന ഇടങ്ങളിലുള്ള വൻമരങ്ങളൊക്കെ മുറിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് നേരെ വിപരീത ഫലമാണ്. നമ്മൾ കരുതും ബാക്കിയുള്ള രോഗങ്ങൾ പരത്തുന്ന പല എലികളെയൊക്കെ കൊന്നു കഴിഞ്ഞ് നമുക്ക് എലിപ്പനി വരുന്നത് കുറയുമെന്ന് വിചാരിച്ച് നമുക്ക് എലികളെ കൊല്ലാം. പക്ഷേ ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ് ഉണ്ടാകുക. ഈ റൂസ്റ്റിംഗ് സൈറ്റുകളൊക്കെ പോകുന്നതോട് കൂടിയിട്ട് ബാറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത മൂലം അവയുടെ ഉള്ളിലുള്ള വൈറൽ ലോഡ് കൂടുകയും അവയുടെ ഉമിനീരിലും ശുക്ലത്തിലും മൂത്രത്തിലും ഒക്കെ വരികയും ചെയ്യും. അപ്പോൾ പിന്നീട് എത്തുന്ന സ്ഥലങ്ങളിൽ വൈറസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ലോകത്തെങ്ങുമായിട്ട് 1400ഓളം ഇനം വവ്വാലുകളുണ്ട്. അതിൽ ഈ 60ഓളം ഫ്രൂട്ട് ബാറ്റുകളുണ്ട്. ഇവർക്ക് എല്ലാവരും ഒന്നും ശല്യക്കാരോ ഉപദ്രവകാരികളോ അല്ല. ഇതിൽ വളരെ കുറച്ച് സ്പീഷീസുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള നിപ്പ പോലുള്ള മാരക രോഗങ്ങളുടെ വാഹകരും പകർത്തുന്നവരും. വവ്വാലുകളോട് ഇത്രയധികം അമർഷവും വെറുപ്പും ദേഷ്യവും വേണ്ട കാര്യമില്ല. നമ്മെ കൊല്ലാൻ വരുന്ന ഒരു രാക്ഷസ ഡ്രാക്കുളിയായിട്ടൊന്നും വവ്വാലുകളെ കാണേണ്ട കാര്യമില്ല. കഴിയുന്നതും വവ്വാലുകൾക്ക് അടിച്ചതും അല്ലെങ്കിൽ നിലത്ത് വീണതുമായിട്ടുള്ള പഴങ്ങൾ ഇപ്പോൾ ഈ സീസണിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, നന്നായിട്ട് കഴുകുക. അത്തരത്തിലുള്ള പഴങ്ങളൊക്കെ മൂടി വെക്കാനുള്ള, മരങ്ങളിലൊക്കെ മൂടി വെക്കാനുള്ള ഏതെങ്കിലും സംവിധാനങ്ങൾ ആലോചിക്കുക. അതേപോലെ കള്ള് പോലെയുള്ള തുറന്ന പാത്രങ്ങളിലൊക്കെ വെക്കുന്ന കള്ള് ഒക്കെ ഉപേക്ഷിക്കുക. ഇത്രയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുള്ളത്. ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു കാര്യം, നമ്മളൊക്കെ ആലോചിക്കും ഈ ഇത്രയും മാരകമായിട്ടുള്ള നിപ്പ വൈറസുകൾ ഇവയുടെ ശരീരത്തിലുണ്ടായിട്ടും ഇവർക്ക് എന്തുകൊണ്ടാണ് രോഗമൊന്നും വരാത്തത്, ഇവ ചത്തുപോകാത്തത് എന്ന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഇവരുടെ ഒരു റിസർവുകളാണ്, വാഹകരാണ്, അവർ സംഭരണികളായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. ഈ തലമുറയല്ല, എത്രയോ തലമുറകളായിട്ട്, ലക്ഷക്കണക്കിന് വർഷമായിട്ട് അവരുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള വൈറസുകൾ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. അവ ഇങ്ങനെ തലമുറയായിട്ട് കൈമാറ്റം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇവർക്കൊന്നും കാര്യമായിട്ടുള്ള രോഗമൊന്നും ഇല്ലതാനും. വളരെ കൗതുകരമായിട്ടുള്ളൊരു വിഷയമാണത്. ഈ സവിശേഷമായിട്ടുള്ള സ്വഭാവം ഇവ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ വിദഗ്ധമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവർ സത്യത്തിൽ പക്ഷികളല്ലല്ലോ. ഇവർ നമ്മളെ പോലെയുള്ള ഒരു സസ്തനിയാണ്. പക്ഷേ ഇവർ പറക്കുന്നുണ്ട്.
പറക്കാൻ കഴിവുള്ള എല്ലാ ജീവികൾക്കും അതിനുള്ള അനുകൂലനങ്ങൾ പരിണാമപരമായിട്ട് ആർജിച്ചവയാണ്. നമുക്കറിയാം, പക്ഷികളാണെങ്കിൽ അവരുടെ എല്ലുകൾക്ക് ഭാരം കുറവാണ്. സ്പോഞ്ച് പോലെയുള്ള അതിൻ്റെ ഉള്ള എയർ ഹോളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഭാരം കുറഞ്ഞതും. അതേസമയം നല്ല ശക്തിയുള്ളതുമായിട്ടുള്ള എല്ലുകളുണ്ട്, ചിറകുകളുണ്ട്, എയറോഡൈനാമിക് ആയിട്ടുള്ള ശരീരമുണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് പക്ഷികൾക്ക് പറക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതൊന്നും നമ്മുടെ വവ്വാലുകൾക്കില്ല. അത് നമ്മളെപ്പോലെയുള്ളൊരു മൃഗമാണ്, പ്രസവിക്കുന്ന മൃഗം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത ചിറക്, ഇതിന് പകരം ഒരു തരം ചർമ്മമാണ്, വിരലുകളുടെ ഇടയിലൂടെ ചേർത്ത് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചർമ്മമാണ് ഇവർ ചിറകായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് വളരെ വേഗതയിൽ ചലിപ്പിക്കണം. ഈ മൃഗത്തിൻ്റെ ഇത്രയും ഭാരം അതിന് പൊക്കാൻ മാത്രം കൂടുതൽ ഊർജ്ജം ആവശ്യമാണ്. ഇപ്പോൾ ഇവയുടെ ഉപാപചയ നിരക്ക് എന്ന് പറയുന്നത്, അതായത് മെറ്റബോളിക് റേറ്റ് വളരെ കൂടുതലായിരിക്കണം, എങ്കിലേ അത്രയധികം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ. ഇവയുടെ ഹാർട്ട് അല്ലാതെ തന്നെ ഒരു മിനിറ്റിൽ 200 തൊട്ട് 400 വരെയൊക്കെ മിടിക്കുമെങ്കിലും ഇപ്പോൾ പറക്കുമ്പോഴൊക്കെ ഇവയുടെ ഹൃദയമിടിപ്പ് എന്ന് പറയുന്ന 1000-നടുത്താണ്. അതായത് പടപടപടപടപടാന്ന് ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക, മിനിറ്റിൽ 1000 തവണ. അത്രയും ഓക്സിജൻ എത്തണം, എന്നിട്ട് അത്രയധികം എനർജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇത്രയും ശക്തമായിട്ട് ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ ചില അപകടങ്ങളും കൂടിയുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെ അത്രയും ശക്തിയിലുള്ള ഒരു എഞ്ചിൻ വർക്ക് ചെയ്യും പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. കുറേ ഫ്രീ റാഡിക്കലുകൾ ഉണ്ടാവും ഇതിൻ്റെ ഭാഗമായിട്ട്. അത് കോശസ്തരങ്ങളെ പോലും നശിപ്പിക്കാൻ മാത്രം ശക്തിയുള്ളവയായിരിക്കും ആ ഫ്രീ റാഡിക്കലുകൾ. ഇത്രയും ശക്തിയിൽ ഹൃദയം വർക്ക് ചെയ്ത് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ച് ഫ്രീ റാഡിക്കലുകൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വവ്വാൽ ചത്തുപോകും. പക്ഷേ അവ ചാകുന്നില്ല. പരിണാമപരമായിട്ട് അവർക്ക് കിട്ടിയ ഒരു പ്രത്യേക കഴിവ് കൊണ്ടാണ് ഈ ഫ്രീ റാഡിക്കലുകൾക്കൊന്നും കോശത്തെയോ ഒന്നും നശിപ്പിക്കാൻ പറ്റാത്തത്. കോശസ്തരങ്ങൾ മാത്രമല്ല, കോശത്തിൻ്റെ ഉള്ളിലുള്ള DNA പോലും മുറിഞ്ഞു പോകാനുള്ള അത്രയും വലിയ സാധ്യത പോലും ഈ ഉയർന്ന ഉപാപചയ നിരക്ക് മൂലം ഉണ്ടാവും. എന്നിട്ട് ഇതൊന്നും സംഭവിക്കാതിരിക്കുന്നത് പരിണാമപരമായിട്ട് വവ്വാലുകൾക്ക് ലഭിച്ച ഒരു അനുകൂലനം കൊണ്ടാണ്. ഇത് തന്നെയാണ് വൈറസിനെയും തടയുന്നത്. സാധാരണഗതിയിൽ ഉയർന്ന ഉപാപചയ നിരക്കും ഹൃദയമിടിപ്പുള്ള ജീവികളൊന്നും വലിയ ആയുസ്സുള്ളവയായിരിക്കില്ല. പക്ഷെ നേരെ തിരിച്ചിട്ട് വവ്വാലുകൾക്ക് ദീർഘമായിട്ടുള്ള ആയുസ്സുമുണ്ട്. ഇതൊക്കെ ഒന്നിച്ച് കൂട്ടി വായിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള വൈറസുകൾ ഇവരുടെ കൂടെ തന്നെ ജീവിക്കുന്നു, എന്നിട്ട് ഇവർക്കൊന്നും പ്രശ്നം വരുന്നില്ല. ഉയർന്ന ഉപാപചയ നിരക്ക് ഉണ്ടാവുന്നു, എന്നിട്ട് ഇവർക്കൊന്നും പ്രശ്നം വരുന്നില്ല. വവ്വാലുകളെ കൂട്ടമായിട്ട് കൊല്ലുകയൊന്നും അല്ല പരിഹാരം. അതൊന്നും ഒരു പരിഹാരമേ അല്ല. വവ്വാലുകളുമായിട്ട് സമ്പർക്കത്തിൽ വന്നിരിക്കാൻ സാധ്യതയുള്ള പഴങ്ങളും ഒക്കെ ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. കിണറുകളൊക്കെ മൂടി വെക്കുക, അതിലൊക്കെ വവ്വാലുകൾ വന്നിട്ട് ചിലപ്പോൾ റൂസ്റ്റ് ചെയ്യും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. വവ്വാലുകൾ ഇപ്പോൾ തന്നെ ചേക്കേറിയിട്ട് സ്ഥിരമായിട്ട് കഴിയുന്ന ഇടങ്ങളിലൊന്നും അലോസരപ്പെടുത്താതിരിക്കുക. ആ ഭാഗത്ത് ഒരു വിധത്തിലുള്ള ഉപദ്രവങ്ങളും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്കിത് കൂടുതൽ ആളുകളിലേക്ക് എത്താതിരിക്കാനുള്ള ഏക വഴി. നമുക്കറിയാം, 1998 നിപ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, മലേഷ്യയിലെ ഒരു ഗ്രാമത്തിലാണ് ആദ്യമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടത്. അവിടെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇതിന് നിപ എന്ന് പേരിട്ടത്. അപ്പോൾ പല കാരണങ്ങൾ, കഴിഞ്ഞ കുറേ ദശകങ്ങളായിട്ടുള്ള ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം പല പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കവും തീപിടുത്തവും വരൾച്ചയും ഒക്കെ സംഭവിച്ചുകൊണ്ടിരുന്നു. എൽ നിനോ പ്രതിഭാസത്തെ തുടർന്നിട്ട് മലേഷ്യൻ കാടുകളൊക്കെ കരിഞ്ഞുണങ്ങി. പിന്നീണ്ടായ വലിയ വനനശീകരണം, അതേപോലെ തന്നെ എണ്ണപ്പനക്ക് വേണ്ടിയിട്ടുള്ള പ്ലാന്റേഷനുകളും ഒക്കെ ഇത്തരത്തിലുള്ള എത്രയോ ലക്ഷം വർഷമായിട്ട് റൂസ്റ്റ് ചെയ്തിരുന്ന വന്യതയിൽ താമസിച്ചിരുന്ന വവ്വാലുകളെയൊക്കെ സ്വാഭാവിക ഇടത്തുനിന്നും പുറത്തു പോകാൻ നിർബന്ധിതരാക്കി. അവർക്ക് പഴങ്ങളും കായ്കനികളും ഒന്നും കിട്ടാതായി. അവർ കൃഷിയിടങ്ങളിലേക്കും ജനവാസ കേന്ദ്രങ്ങളിലും ഒക്കെയുള്ള മരങ്ങളിലേക്കൊക്കെ അവരുടെ റൂസ്റ്റിംഗ് സൈറ്റുകൾ പതുക്കെ മാറ്റിക്കൊണ്ടിരുന്നു. മലേഷ്യയിൽ അക്കാലം ഒരു പന്നി ഫാമുകളുടെ ഒരു ഉയർച്ചക്കാലമായിരുന്നു. വലിയ തോതിലുള്ള വ്യാവസായികമായിട്ടുള്ള പന്നി വളർത്തലിനുള്ള വലിയ ഫാമുകൾ നിർമ്മിച്ചു. ഈ ഫാമുകളോടനുബന്ധിച്ചിട്ട് ധാരാളം ഫലവൃക്ഷങ്ങളും കൂടി നട്ടുപിടിപ്പിച്ചിരുന്നു. ഇതിലൊക്കെ ഇഷ്ടംപോലെ പഴങ്ങളുണ്ടായി. ഈ പഴങ്ങൾ തിന്നാൻ വേണ്ടിയിട്ടും അതിൽ റൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ധാരാളം വവ്വാലുകൾ വന്നു. കുറച്ചു കാലത്തിന് ശേഷമാണ് ഈ പന്നികളി വ്യാപകമായിട്ട് ശ്വാസതടസ്സവും പനിയും ഒക്കെ ശ്രദ്ധിക്കപ്പെടുന്നത്. അത് പിന്നീട് അവിടെയുള്ള ജോലിക്കാരിലും കൂടി ഈ സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. ജപ്പാനീസ് എൻസെഫലൈറ്റീസിനോട് സാമ്യമുള്ള കുറേ ലക്ഷണങ്ങളാണ് അവർക്കൊക്കെ ഉണ്ടായത്. ഇപ്പോഴും സ്വാഭാവികമായിട്ട് ഈ വളർത്തു പന്നികളിൽ നിന്നാണ് അവിടെയുള്ള ജോലിക്കാർക്ക് ഇത്തരത്തിലുള്ള അസുഖം വന്നത് എന്നുള്ള ഒരു ധാരണയുടെ മുകളിൽ രാജ്യത്തെങ്ങുമായിട്ട് 10 ലക്ഷത്തോളം പന്നികളെ കൊന്ന് കുഴിച്ചുമൂടുകയാണ് ചെയ്തത്. ആദ്യം കൊതുകുകളാണ് പന്നികളിൽ ഈ രോഗം എത്തിച്ചതെന്നുള്ള ഒരു ധാരണയുടെ മുകളിൽ കൊതുക് നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് വലിയ ശ്രദ്ധ അന്ന് കൊടുത്തു. പിന്നീടാണ് വവ്വാലുകൾ കടിച്ചിട്ട പഴങ്ങൾ ഈ പന്നികൾ തിന്നിട്ടാണ് അവർക്ക് രോഗം വന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. വവ്വാലിൻ്റെ മൂത്രം, കാഷ്ടം, ഉമിനീര്,
ശുക്ലം ഇവയിലൂടെയൊക്കെയാണ് ഈ വൈറസുകൾ പുറത്തേക്ക് വരുന്നതെന്ന് ആ സമയമാകുമ്പോഴേക്ക് നമ്മൾക്ക് കണ്ടെത്താൻ പറ്റി. ബംഗ്ലാദേശിലും 2001 സമാനമായിട്ടുള്ള ലക്ഷണങ്ങളോടെ ഈ പനി ഉണ്ടായി. ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന അസാമിൽ സിലിഗുരിയിലാണ്. വവ്വാലുകൾ ഭക്ഷിച്ച് ഉപേക്ഷിച്ചിട്ടുള്ള പഴങ്ങളും അതേപോലെ തന്നെ ഈന്തപ്പനയുടെ ചാറും പനങ്കള്ളും ഒക്കെ കഴിച്ചവരിലാണ് ഈ ലക്ഷണങ്ങൾ പിന്നീട് കണ്ടത്. മലേഷ്യയിൽ മാത്രമാണ് പന്നികളിൽ നിന്ന് മനുഷ്യരിലേക്ക് നിപ്പ എത്തുന്നത്. എല്ലാ വവ്വാലുകളുടെയും സ്രവങ്ങളിലൊക്കെ ഈ വൈറസ് ഉണ്ടാകണമെന്നില്ല. വൈറസ് ഉണ്ടായാൽ തന്നെ അവയുടെ എണ്ണം വളരെ കുറവാണെങ്കിൽ, അവയുടെ ലോഡ് വളരെ കുറവാണെങ്കിൽ ഇതുമൂലം രോഗം ഉണ്ടാകണമെന്നുമില്ല. അതുപോലെ ഈ വൈറസ് എത്തിയവരുടെയും രോഗപ്രതിരോധ ശേഷി അതുപോലെയുള്ള മറ്റ് ഘടകങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ടാണ് അവർക്ക് ലക്ഷണം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതും. ഈ വവ്വാലില്ല അതേ വൈറസ് അല്ല മനുഷ്യരിൽ രോഗം ഉണ്ടാക്കുന്ന. അവർക്ക് ചില വ്യത്യാസങ്ങൾ വന്നാൽ മാത്രമേ അവർക്ക് രോഗങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവ മനുഷ്യ കോശങ്ങളിൽ എത്തുമ്പോഴേക്ക് അവ ആ കോശങ്ങളുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ക്ലിപ്പിംഗ് സംവിധാനത്തിലേക്കുള്ള മാറ്റം വന്ന തരം വൈറസുകളാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ട് രോഗം ഉണ്ടാക്കുക. ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വവ്വാലുകളുടെ ഉള്ളിൽ ഈ വൈറസ് ഉണ്ടായിട്ടും അവർക്ക് എന്തുകൊണ്ടാണ് രോഗമുണ്ടാകാതെ എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു. അവരുടെ ഉപാപചയ നിരക്ക് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രത്യേകതകൾ കൊണ്ടാണ്. കാലിഫോർണിയ സർവകലാശാലയിലെ കാരി ബ്രൂക്ക് എന്ന് പറയുന്നവർ നടത്തിയിട്ടുള്ള ഒരു പഠനം, അവരും സംഘാംഗങ്ങളും കൂടിയിട്ട് നടത്തിയിട്ടുള്ള വിപുലമായിട്ടുള്ളൊരു പഠനത്തിൻ്റെ റിപ്പോർട്ട് ഈ ലൈഫ് എന്ന് പറയുന്ന സയൻസ് ജേർണലിൽ പബ്ലിഷ് ചെയ്തിരുന്നു. 3 ജീവികളുടെ കോശങ്ങളാണ് അന്ന് പഠനത്തിനായിട്ട് അവർ ഉപയോഗിച്ചത്. മാർബർഗ് വൈറസുകളുടെ വാഹകരായിട്ടുള്ള ഈജിപ്ഷ്യൻ പഴന്തീനി വവ്വാലുകൾ, ഹെൻഡ്ര വൈറസുകളുടെ വാഹകരായിട്ടുള്ള ആസ്ട്രേലിയൻ ഫ്ലൈയിങ് ഫോക്സ് എന്ന് വിളിക്കുന്ന തരം പഴന്തീനി വവ്വാലുകൾ. ഇത് രണ്ടും കൂടാതെ വവ്വാലുകൾക്ക് പുറത്ത് മറ്റ് തരത്തിലുള്ള ജീവികളിൽ എങ്ങനെയായിരിക്കും വൈറസുകളുടെ പ്രവർത്തനം എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആഫ്രിക്കൻ ഗ്രീൻ മങ്കികളുടെ കോശങ്ങളും കൂടിയാണ് പഠനത്തിനായിട്ട് ഉപയോഗിച്ചത്. ഏത് തരം വൈറസുകളെ കുരങ്ങുകളുടെ കോശങ്ങളിൽ കുത്തിവെച്ചാലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവ ക്രമാതീതമായിട്ട് പെരുകുകയും ഈ കോശങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് അവർ കണ്ടെത്തി. എന്നാൽ വവ്വാലുകളുടെ കോശങ്ങളിൽ ഇത്തരത്തിലുള്ള വൈറസുകളെ കടത്തിവിട്ട് കഴിഞ്ഞാലും അവ ചെറുതായിട്ട് പെരുകുമെങ്കിൽ കൂടി കോശങ്ങളെ നശിപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല. വൈറസുകൾ പെരുകി അവയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ വവ്വാലിൻ്റെ കോശങ്ങളുടെ ഉള്ളിൽ നിന്നും സൈറ്റോകൈനുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മാംസ്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സൈറ്റോകൈനുകളുടെ ഒരു ഉപവിഭാഗമാണ് ഇന്റർഫെറോണുകൾ. ഒരു സെല്ലിൽ ഇന്റർഫെറോൺ ഉൽപ്പാദനം നടന്നു കഴിഞ്ഞാൽ അവ സമീപ സെല്ലുകളിലെ IS ജീനുകളെ, ഇന്റർഫെറോൺ സ്റ്റിമുലേറ്റിംഗ് ജീനുകൾ ISG, അതിനെ ഉത്തേജിപ്പിക്കുകയും ഇതുമൂലം ഉണ്ടാകുന്ന ഇന്റർഫെറോൺ ഉൽപാദനം മൂലം വൈറസ് ബാധ അടുത്ത സെല്ലുകളിലേക്ക് എത്തുന്നത് തടയുകയും ചെയ്യും. സാധാരണ പല ജീവികളിലും ഇത്തരത്തിലുള്ള ഒരു വൈറസ് ഒരു കോശത്തിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുക. എന്നാൽ വവ്വാലുകളിൽ വൈറസുകളുടെ അഭാവത്തിലും ഇത് തുടർച്ചയായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. വവ്വാലുകളുടെ സെല്ലുകളിൽ ഇന്റർഫെറോൺ ആൽഫ തുടർച്ചയായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും വൈറസുകൾ കോശങ്ങൾ നശിപ്പിക്കുന്നത് തടയുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അതിലൊരു കൗതുകമുള്ളത് ഇന്റർഫെറോൺ ആൽഫ പൂർണ്ണമായിട്ടും വൈറസുകളെ നശിപ്പിക്കില്ല. അവയെ ഒരു മിതമായിട്ടുള്ള തോതിൽ പെരുകാൻ അനുവദിക്കുകയും ചെയ്യും. അതേസമയം രോഗലക്ഷണങ്ങളും അതേപോലെ ഇതിന് കോശങ്ങൾക്ക് നാശം വരുന്ന വിധത്തിലേക്ക് അതിനെ വളരാൻ അനുവദിക്കുകയും ചെയ്യില്ല. വവ്വാലിൻ്റെ കോശങ്ങളിനുള്ളിൽ വൈറസിന് സുഖമായിട്ട് എങ്ങനെ കഴിയാം. അതേസമയം വേറൊരു തരം പ്രത്യേക സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറസുകൾ പെരുകുന്നത് കൂടും. അതേസമയം മറ്റ് സസ്തനികളുടെ കോശങ്ങളിൽ എത്തുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് ഇവയുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളുണ്ടാകും. അവ കൂടുതൽ ഉഗ്ര ശേഷിയുള്ളവയായിട്ടും പെരുകുന്നവയായിട്ടും മാറുകയും ചെയ്യും. അതിനാൽ തന്നെ വവ്വാലിൻ്റെ ശരീരത്തിൽ നിന്നും വേറൊരു സസ്തനിയുടെ ശരീരത്തിലേക്ക് ഇത് എത്തുന്നതോട് കൂടിയിട്ട് തന്നെ ഇത് ഒരു രോഗകാരിയാവുകയാണ്. ഇതാണ് എബോളയുടെയും നിപ്പയുടെയും കൊറോണയുടെയും ഒക്കെ കാര്യത്തിൽ സംഭവിച്ചത്.